അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? 4 കഷ്ണമൊക്കെ കാലെ പിടിച്ച ആൾക്കുന്നുണ്ടല്ലോ. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഇവൻ ശരിയല്ല. ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തി പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അപ്പൊ മനസ്സിഞ്ഞി ഞാൻ പോയിക്കോട്ടെ. ഞാനത് കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? കാണിച്ചു കൊടുത്തു. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിച്ചു. വിടരുതരവനെ പിടിച്ചു പോലീസിലെത്തി. നീ ആരോ ഒഴിവാക്കി വിടാൻ? നായിന്റെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നാട്ടിൽ നിന്ന് പൊക്കണം. എന്റെ കയ്യിൽ കിട്ടിയ പെട്ടിക്കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും. ഈ നായി പരമാറി പരപ്പു. നിനക്ക് നാണമുണ്ടോ? ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഉണ്ടാക്കും മോളെ. പിന്നെ നാണക്കെടുത്തി. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഈ പരപ്പോട് ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട നികൃഷ്ട ജീവി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. സന്തോഷായി, നല്ല സന്തോഷായി. ആകെ എനിക്ക് പറഞ്ഞിട്ടുള്ള പണി എന്നാന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടിയെ കാണുമ്പോ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിയിൽ എനിക്ക് കാണുമ്പോ. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറങ്ങണം. സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എന്റെ വളരെ ഭദ്രമായിട്ടുണ്ട്. പാമ്പിനെയാണ് നീ നോയിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.